നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. 3 വർഷം മുമ്പാണ് ഏറ്റവും കേരളത്തിലെ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവിന്റെ വിടവാങ്ങൽ ഉണ്ടായത്. അദ്ദേഹം കേരളം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി സാധാരണക്കാർക്ക് അവരുടെ കുഞ്ഞുഞ്ഞെ എന്ന് വിളിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നത്. എത്രത്തോളം ഒരു നേതാവിന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു ഭരണം നടത്താം എന്നുള്ളതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി എന്ന, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിളിക്കുന്ന കുഞ്ഞുഞ്ഞെ എന്ന് പറയുന്ന ആ വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ നഷ്ടം ഒരു തീരാനഷ്ടം തന്നെയാണ്. ഇന്നും പലരും പറയുന്ന പോലെ ഇന്നും ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളും. അദ്ദേഹം സഹായം ചെയ്തിട്ടുള്ള, അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട്. അദ്ദേഹം വളർത്തിയെടുത്തിട്ടുള്ള ഒരുപാട് യുവ നേതാക്കൾ ഇന്ന് കോൺഗ്രസിലുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നഷ്ടം ഒരു തീരാനഷ്ടം തന്നെയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലെ അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ള കല്ലറയിലേക്ക് നിരവധി മുതിർന്ന നേതാക്കളും എല്ലാവരും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പല നേതാക്കളും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ തന്നെ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് പോസ്റ്റുകൾ, വളരെ വൈകാരികമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ന് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതും ഒരു വാർത്തയായിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ എത്തി കല്ലറയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. കുറച്ചു നേരം അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റെത്തിയിട്ടുള്ള നേതാക്കളോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനും അനുസ്മരണ കുറിപ്പിട്ടിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഉമ്മൻചാണ്ടി എന്നൊരാൾ ഫോണിന്റെ അല്ലെങ്കിൽ ഒരു നിവേദനത്തിന്റെ മറുതലക്കിൽ ഉണ്ട് എന്നത് ലോകത്താകമാനമുള്ള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നെന്ന് മുഖ്യമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഉമ്മൻചാണ്ടി ആകുക എന്നത് ആർക്കും സാധിക്കില്ല, പക്ഷേ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുക എന്നത് ഓരോ പൊതുപ്രവർത്തകന്റെയും ചുമതലയാണെന്ന് ഉമ്മൻചാണ്ടി സാർ നമ്മളെ പഠിപ്പിച്ചതെന്നും അദ്ദേഹം കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഉമ്മൻചാണ്ടി എന്ന ജനനായകൻ യാത്രയായിട്ട് 3 വർഷം. ആൾക്കൂട്ടത്തെ ആഘോഷമാക്കിയ ഉമ്മൻചാണ്ടി അതേ ആൾക്കൂട്ടത്തെ കണ്ണീരണിയിച്ച് മടങ്ങി. 3 വർഷം മുമ്പ് പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ദർബാർ ഹാളും ഇന്ദിരാഭവനും കടന്ന് ഉമ്മൻചാണ്ടി സർ തിരുവനന്തപുരത്ത് നിന്നും പുതുപ്പള്ളിയിലേക്ക് മടങ്ങി. ജനലക്ഷങ്ങളുടെ സങ്കടക്കടൽ പിന്നിട്ട് ഞാനും സഹപ്രവർത്തകർക്കൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ചു. ഏത് പ്രതിസന്ധിയിലും ഉമ്മൻചാണ്ടി എന്നൊരാൾ ഫോണിന്റെ അല്ലെങ്കിൽ ഒരു നിവേദനത്തിന്റെ മറുതലക്കിൽ ഉണ്ടെന്നത് ലോകത്താകമാനമുള്ള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. ഉമ്മൻചാണ്ടി ആകുക എന്നത് ആർക്കും സാധിക്കില്ല, പക്ഷെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുക എന്നത് ഓരോ പൊതുപ്രവർത്തകന്റെയും ചുമതലയാണെന്നാണ് ഉമ്മൻചാണ്ടി സാർ നമ്മളെ പഠിപ്പിച്ചത്. ഉമ്മൻചാണ്ടി ഇരുന്ന് അതേ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്. അവസാന ആശ്രയമായി തേടിയെത്തുന്നവർക്ക് മുന്നിൽ അവരുടെ ഉമ്മൻചാണ്ടി ആകുക എന്നത് കാലം ആവശ്യപ്പെടുന്നതാണ്. ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആ പോസ്റ്റ് അവസാനിക്കുന്നത്. വൈകാരിക കുറിപ്പുമായി മകൻ ചാണ്ടി ഉമ്മൻ എം.എൽ.എയും വന്നിട്ടുണ്ട്. 3 വർഷങ്ങൾ കഴിഞ്ഞു, ഒരു ദിവസം പോലും അപ്പയെ ഓർക്കാതെ കടന്നു പോയിട്ടില്ല എന്നും ചാണ്ടി ഉമ്മൻ കുറിച്ചു. പോസ്റ്റ് ഇങ്ങനെയാണ്: അപ്പ കൂടെയില്ലെങ്കിലും അപ്പയുടെ സ്നേഹവും വാക്കുകളും മൂല്യങ്ങളും ഓർമ്മകളും കാലത്തിന് ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ലെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. 3 വർഷം കഴിഞ്ഞു, ഒരു ദിവസം പോലും അപ്പയെ ഓർക്കാതെ കടന്നു പോയിട്ടില്ല. പറയാൻ ബാക്കിയായ വിശേഷങ്ങൾ ഇന്നും മനസ്സിലുണ്ട്. ഒരിക്കൽ കൂടി കേൾക്കാൻ കൊതിക്കുന്ന ആ ശബ്ദം ഇന്നും കാതുകളിൽ മുഴങ്ങുന്നു. കൈപിടിച്ച് നടത്തുമായിരുന്ന ആ സ്നേഹത്തിന്റെ ചൂട് ഇന്നും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ലോകം ഇന്ന് അപ്പയെ ജനനായകനായി ആദരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ അപ്പയെയാണ്. എന്നെ വിശ്വസിച്ച, ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലെ വീഴ്ചകളിൽ കരുത്തായി നിന്ന, സമൂഹത്തിനായി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച എൻ്റെ അപ്പയെ. അപ്പ ഇല്ലെന്ന് സത്യം കാലം പഠിപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷെ അപ്പയുടെ സ്നേഹവും വാക്കുകളും മൂല്യങ്ങളും ഓർമ്മകളും കാലത്തിന് ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ല. ചില വേർപാടുകൾ സമയത്തിനൊപ്പം മങ്ങില്ല, ഓരോ ദിവസവും ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിൽ പതിയും. മറക്കാനാവാത്ത ഓർമ്മകളോടെ എന്നും ഹൃദയത്തിൽ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഷാഫി പറമ്പിൽ എം.പിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ പോലെ ആകാൻ ആർക്കും സാധിക്കില്ലെന്നും അദ്ദേഹത്തിന് പകരം ഒരാളുണ്ടാവില്ലെന്നും ഷാഫി പറമ്പിൽ എം.പി പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ പുതുപ്പള്ളിയിൽ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞങ്ങളിലെ KSUകാരെ വാർത്തെടുത്തത് ഉമ്മൻചാണ്ടി സാറാണ്. സ്വന്തം ആരോഗ്യം നോക്കാതെ ഓടി
നേടിയ ഒരാളുടെ കാലശേഷം സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പദ്ധതിക്ക് അദ്ദേഹത്തിന്റെ പേര് വരികയാണ്. അദ്ദേഹത്തിന് പകരം ഒരാളുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ തുടരുകയാണ്. കാലശേഷവും ഉമ്മൻചാണ്ടി എന്ന നാവും ആ സേവനവും ഈ നാട്ടിലെ ജനതയ്ക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും, ഷാഫി പറമ്പിൽ പറഞ്ഞു. മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പള്ളിയിൽ നടന്ന സ്മൃതി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് KC വേണുഗോപാലും സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, കരിങ്കൊടി വീശിയപ്പോൾ സ്വന്തം ഗൺമാൻ കരിങ്കൊടി വീശിയവരെ അടിച്ചത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളം കണ്ടു. രണ്ട് ശൈലികളുടെ വ്യത്യാസം ഇവിടെ കാണാൻ സാധിക്കും. സ്വന്തം തലയ്ക്ക് പരിക്കേറ്റാലും എറിഞ്ഞവരെ പ്രതികാര ബുദ്ധിയോടെ കാണരുത് എന്ന സമീപനം എടുത്ത ആളാണ് ഉമ്മൻചാണ്ടി. സ്വാഭാവികമായ പ്രതിഷേധങ്ങളെ പോലും തല്ലിക്കൊന്നു തീർക്കാൻ ശ്രമിച്ചാൽ അതിനെ ന്യായീകരിക്കുന്ന സമീപനത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ താരതമ്യം ചെയ്തു എന്നുള്ളതാണ് UDFന്റെ വിജയങ്ങളുടെ ഒരു ഘടകമായി ഉമ്മൻചാണ്ടി ഇഫക്റ്റ് വന്നു എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം. ഉമ്മൻചാണ്ടി കേവലം കേരളത്തിലെ ഒരു നേതാവ് മാത്രമായിരുന്നില്ല, കോൺഗ്രസുകാർക്ക് എല്ലാമായിരുന്നു, വഴികാട്ടിയായിരുന്നു. ജനങ്ങളെ VIP ആക്കുന്ന കൾച്ചർ ഇന്നിപ്പോൾ എല്ലാ MLA-മാരും ഇടതുപക്ഷത്തുള്ളവരുൾപ്പെടെ പ്രാവർത്തികമാക്കി. ഉമ്മൻചാണ്ടി നമ്മളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകില്ല. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ് മരിച്ച ഉമ്മൻചാണ്ടി എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം ഇരട്ടിച്ചത്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കാൻ നമുക്ക് സ്മാരകങ്ങൾ വേണം. വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെയും അന്നത്തെ ഗവൺമെന്റിന്റെയും ഏറ്റവും ശക്തമായ വാഗ്ദാനമായിരുന്നു, സമ്മാനമായിരുന്നു. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സർക്കാരിനോട് പറയാനുള്ളത്, വിഴിഞ്ഞം പോർട്ടിന് ഒരു പേര് നൽകുന്നുണ്ടെങ്കിൽ അത് മറ്റാരോടും മറ്റൊരു പേരല്ല, ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ നൽകണം. സർക്കാർ അതിനു വേണ്ടിയുള്ള നടപടികൾ തുടങ്ങണം. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സ്മാരകങ്ങൾ ഉണ്ടാക്കണം. അത് കേവലം മന്ദിരങ്ങളും പുസ്തകങ്ങളുമായി മാത്രം ഒതുങ്ങരുത്. പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു തലമുറയെ മുഴുവൻ ഗവേഷണത്തിന്റെ കാലത്തേക്കും വിദ്യാഭ്യാസത്തിന്റെ കാലത്തും സഹായിക്കാൻ തക്കവണ്ണമുള്ള നല്ല സ്മാരകങ്ങൾ സൃഷ്ടിക്കണം. പാർട്ടിയും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാക്കരുത്. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ചാണ്ടിയുമ്മൻ ഇവിടെയുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷമായിരുന്നില്ല അദ്ദേഹത്തിന് കിട്ടിയത്. 53,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് പുതുപ്പള്ളിയിലേതായിരുന്നു. നഗ്നപാതനായി നടക്കുന്ന ചാണ്ടിയെ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു വിട്ടുവീഴ്ചയുമില്ല ചാണ്ടി നടന്നു. രാഹുൽ ഗാന്ധി തന്നെ വിളിച്ചു പറഞ്ഞത്, ഇയാളോട് ഒന്ന് ചെരിപ്പിടാൻ പറ, അല്ലെങ്കിൽ തണുപ്പത്ത് വളരെ ബുദ്ധിമുട്ടാകുമെന്ന്. പക്ഷേ ചാണ്ടി ഉമ്മൻ വഴങ്ങിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോസ്റ്ററും ഫ്ലെക്സും ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥി മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. എല്ലാവരും പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ ആരവം വരുമ്പോൾ പോസ്റ്റർ ഇല്ലാതെ എങ്ങനെ മത്സരിക്കുമെന്ന്. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ ചാണ്ടിക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചു. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച രീതികൾ, ഉമ്മൻചാണ്ടിയുടെ ആത്മാർത്ഥത, ഒരു വിഷയം ഏറ്റെടുത്താൽ നടപ്പാക്കാനുള്ള നിശ്ചയദാർഢ്യം, അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പിൻഗാമി ഇവിടെ ഉണ്ട് എന്ന് ചാണ്ടി ഉമ്മൻ തെളിയിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു.